നമസ്കാരം. മലയാളം സിനിമ ഡിഡ് ഇറ്റ് അഗെയിൻ അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഒരു ഗംഭീര സിനിമ കണ്ടു. ഡയറക്ടർ ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സിന് ശേഷമുള്ള പടം ബാലൻ ദ ബോയ്. വേൾഡ് ക്ലാസ്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ റീസെന്റ് ടൈംസ്. മലയാളം സിനിമയിൽ നിന്ന് മൂവി ലവേഴ്സ് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതായത് ദ ക്വാളിറ്റി ഓഫ് ദ കണ്ടന്റ്, അത് ഈ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് തരാൻ വേണ്ടിയിട്ട് ആസ് എ ഡയറക്ടർ ചിദംബരം 100% സക്സസ് ആയിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു അമ്മ മകൻ റിലേഷൻഷിപ്പ്, അവരുടെ കഥ ഒരു ഇമോഷണൽ ട്രാക്കിലൂടെ ഒരു ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ മറ്റ് ടെക്നിക്കാലിറ്റീസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആകട്ടെ, ക്യാമറ ആവട്ടെ, ലൊക്കേഷൻ ആവട്ടെ, ഡയലോഗ്സ് ആവട്ടെ, ഇതെല്ലാം കൂടെ ബ്ലണ്ട് ചെയ്തിട്ട് നമ്മളെ അവരുടെ ലോകത്തിലേക്ക് ഈ അമ്മയുടെ മകന്റെ ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ അങ്ങ് തള്ളിവിടുകയാണ്. നമ്മൾ അവർക്കൊപ്പം ജീവിക്കുകയാണ് ഈ എൻറ്റയർ മൂവിയിൽ. ഇവിടെ ഡയറക്ടർ ബ്രില്യൻസ് ശരിക്കും അറിയാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണിത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അമ്മ മകൻ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു മൂവിയാണ്. അതായത് ഒരു ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെ പാറ്റേൺ ആണ് ആ മൂവിയിൽ ഉടനീളമുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആവശ്യത്തിലേറെ ഇമോഷൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് മടുപ്പുളവാക്കും. അതില്ല. അതിന് പകരം ആവശ്യത്തിന് ഇമോഷൻസ്, ആവശ്യത്തിന് സസ്പെൻസ്, എന്നാൽ ചിലയിടങ്ങളിൽ നന്നായിട്ട് കോമഡിയും വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, ഓരോ മനുഷ്യരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അമ്മയും മകനുമായിട്ട് അഭിനയിച്ചവര്, അവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. അവരുടെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പിന്നീട് ഓവർ ഡ്രാമാറ്റിക്കേ അല്ല, അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു കറക്റ്റ് അളവിൽ ബ്ലെൻഡ് ആയി കിട്ടിയതാണ്. അതുപോലെ തന്നെ ഡയലോഗ്സ് ആൻഡ് സ്ക്രീൻ പ്ലേ, അത് രണ്ടും, അതായത് ആ കാച്ചിക്കുറുക്കിയ പോലത്തെ ഡയലോഗ്സും തിരക്കഥയും എല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വേൾഡ് ക്ലാസ് മൂവി തന്നെയാണ് ബാലനിലൂടെ നമുക്ക് കിട്ടിയത്. പിന്നീട് എടുത്തു പറയേണ്ടത് സ്റ്റോറിയെ പറ്റിയാണ്. ഉഗ്രൻ കഥയാണ്. അതുപോലെ തന്നെ തിരക്കഥയും സംഭാഷണവും ജിത്തു മാധവൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒരു പേര് സുഷിൻ ശ്യാം. അദ്ദേഹത്തിന്റെ വർക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന ആ സമയത്ത് ആ സീനിനെയൊക്കെ എത്രമാത്രം എലിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. സിനിമാറ്റോഗ്രാഫി ഷൈജു ഖാലിദ്, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, ഇവരെല്ലാം അവരവരുടെ ജോലി ബ്രില്യന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പേരാണ് ഈ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത്. ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ, മുഹമ്മദ് സിനാൻ. ഈ 3 പേരും പുതുമുഖങ്ങളാണെന്ന് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ സാധിക്കത്തില്ല. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമായിരുന്നു ഈ 3 പേരും. ഒന്നിനൊന്ന് മികച്ചു നിന്നു. ഇത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയ ഈ 3 പേരുൾപ്പെടെ ഒരുപാട് പുതുമുഖങ്ങൾ, ഒരു അമ്മച്ചി വരുന്നുണ്ട് കുറച്ച് സീനിൽ. പുള്ളിക്കാരത്തി ഭയങ്കര കോമഡിയാണ്. അതെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ഷനും അടിപൊളിയാണ്. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. ടോവിനോ തോമസ് എടുത്തു പറയേണ്ട പേര് തന്നെയാണ്. കാരണം വെച്ചാൽ പുള്ളി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ചെറിയൊരു വേഷമാണെങ്കിലും അത് ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീൻ പോൾ ലാൽ, പുള്ളി നന്നായിട്ട് പുള്ളിയുടെ റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ചെറിയ വേഷങ്ങളാണെങ്കിലും നന്നായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിന് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറാണ്. അപ്പൊ ആ ഒരു പേസിൽ പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കൂടി വരണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്ലോയിൽ പോകുന്ന ഒരു സ്ലോ ബേൺ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ആദിശേഷൻ ദ ബോയ്, അവനെ കാണാനും അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാനും മാത്രം വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം ധൈര്യമായിട്ട്. അത്രയ്ക്ക് മികച്ച ഒരു ബാലതാരത്തെ കൂടെയാണ് ബാലൻ ദ ബോയ് മൂവിയിലൂടെ നമുക്ക് കിട്ടിയത്. അടുത്തൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.